നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കുട്ടികൾക്കൊക്കെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പെൻസിൽ ഡ്രോയിങ് പഠിക്കാനും ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. സോ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സും മെത്തേഡ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രോയിങ് ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ച് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പെൻസിൽ യൂസ് ചെയ്യുക കേട്ടോ. ഞാനൊരു ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ എല്ലാം നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ HB പെൻസിൽ യൂസ് ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്രൗണ്ടിൻ്റെ ലൈനാണ് ഇവിടെ വരയ്ക്കുന്നത്. നമ്മുടെ ഹൊറൈസൺ ലൈനാണ് ആദ്യം ഇവിടെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഗ്രൗണ്ടിൻ്റെ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഹൗസ് വരയ്ക്കാം. ഈ ഭാഗത്തായിട്ടൊരു ഹൗസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് ഹൗസ് വരുന്നത്. ഹൗസ് ഒരുപാട് വലുതായിട്ട് വരയ്ക്കുന്നില്ല, ഒരു കുഞ്ഞതായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൗസ് വരയ്ക്കുന്ന സമയത്ത് ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ താഴ്ഭാഗത്തോട്ട് ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കണം കണ്ടോ. എന്നിട്ട് ഈ രണ്ട് ലൈനും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ ഈ റൂഫിൻ്റെ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് കണ്ടോ, ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇനി മുകൾ ഭാഗത്തെ ലൈൻസ് വരയ്ക്കുമ്പോൾ ഇതേപോലെ താഴ്ഭാഗത്തോട്ട് കുറച്ചൊന്ന് സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് നേരെ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുക കണ്ടോ, ഈ സൈഡ് വരയ്ക്കാം. എന്നിട്ട് ഇവിടുത്തെ വോളിൻ്റെ ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ വോളിൻ്റെ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈനേക്കാളും കുറച്ചൊന്ന് ചെറുതായിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നേരെ ഇതേപോലെ താഴത്തെ ലൈനും വരച്ചു കൊടുക്കാം. ഇത്രയും വരച്ച് തന്നെ വീട് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഡോറും വിൻഡോസൊക്കെ വരച്ചു കൊടുക്കാം. ഇവിടെ ഡോറ് വരയ്ക്കുന്നുണ്ട്, ഈ സൈഡിലായിട്ടൊരു വിൻഡോസ് വരയ്ക്കാം. ഇത്രയും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കൂടെ ഗ്രൗണ്ടിൻ്റെ ലൈൻ പോകുന്നുണ്ട്. ഈ സൈഡിലായിട്ടൊരു ട്രീ ഉണ്ട്, ആ ഒരു ട്രീയും കൂടി നമുക്ക് വരയ്ക്കാം. ട്രീയുടെ ഔട്ട്ലൈൻ വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത് പോലെ ഒരു ട്രീ ആണ് വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ട്രീ വരച്ചിട്ടുണ്ട്. ഈ ദൂരത്ത് കാണുന്ന കുറച്ച് ബുഷിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കുറച്ചൊരു കാർട്ടൂൺ ടൈപ്പ് ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് വരയ്ക്കുന്നത്. ഇവിടെ കുറച്ച് വാഴയുടെ ഇലയുണ്ട്, ബനാന ലീഫ് ഉണ്ട്, അത് വരച്ചു കൊടുക്കാം. കണ്ടോ, വളരെ സിമ്പിളാണ് ബനാനൻ്റെ ലീഫ് വരയ്ക്കാനായിട്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, എൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഒരു ലൈൻ വരയ്ക്കുക, കുറച്ചൊന്ന് ഉള്ളിലേക്ക് അത് കട്ടായിരിക്കുന്ന പോലെ ഷേപ്പ്, വീണ്ടും ഇങ്ങനെ ഉള്ളിലോട്ട് കണ്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബനാനൻ്റെ ലീഫാണെന്നുള്ളത്, വാഴയുടെയൊക്കെ ലീഫാണെന്നുള്ളത് അറിയാൻ പറ്റും ഉള്ളിലോട്ട് ചെറിയ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ. കണ്ടോ, അത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം.
കണ്ടോ? ആദ്യം ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു. പിന്നെ ഇവിടെ നിന്ന് ചെറിയൊരു കട്ടിങ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വരച്ചു. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തു. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ് വരച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി വാട്ടർ ആണ് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. ഈ സൈഡിൽ കൂടെ വേണമെങ്കിൽ ഇതേപോലെ ഒരു ഡബിൾ ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഉണ്ടോ? ഒരു വെള്ളത്തിൻ്റെ ഒരു ഫീൽ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഞാൻ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഞാൻ എപ്പോഴും ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ ഇതേപോലെ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. കണ്ടോ? നല്ല ഷാർപ്പനാണ്. ഇനി ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആദ്യം താഴത്തുനിന്ന് ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഏറ്റവും മുകളിൽ നിന്ന് ഷെയ്ഡ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ താഴോട്ട് വരിക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ താഴ്ഭാഗത്ത് വീടൊക്കെയാണ് ഷെയ്ഡ് ചെയ്തതെങ്കിൽ പിന്നീട് നമ്മൾ ട്രീ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൈവച്ചിട്ടായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ താഴ്ഭാഗത്ത് ചെയ്തിട്ടുള്ള ഷെയ്ഡെല്ലാം സ്പ്രെഡായി പോയിട്ട് നമ്മുടെ ഡ്രോയിങ് ഭംഗിയില്ലാതായി പോകും. ഓക്കെ, അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് മെല്ലെ മെല്ലെ താഴോട്ട് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ട്രീ ചെയ്യാനായിട്ട് പാരലൽ ഹാച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഇതേപോലെയുള്ള ഹാച്ചിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ലൈറ്റായിട്ടൊന്ന് ഹാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ ഷേപ്പിൽ നിന്നും ആദ്യം ലൈറ്റായിട്ടൊന്ന് ഹാച്ച് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്കായിട്ട് കൊടുക്കുന്നു. ഏറ്റവും മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് ഹൈലൈറ്റ് വിട്ടിട്ടുണ്ട്, കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇതേപോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ട്രീ നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സ്ക്രിബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതേപോലെ ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ അധികം റിയലിസ്റ്റിക് ആയിട്ടല്ല വരയ്ക്കുന്നത്, കുറച്ച് കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഹാച്ചിങ് മെത്തേഡ് തന്നെ ട്രീക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഒരേ ഡയറക്ഷനിലുള്ള ഇതേപോലെയുള്ള ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഹാച്ചിങ് മെത്തേഡ് ചെയ്യുക. ഇതിനെ പാരലൽ ഹാച്ചിങ് എന്നാണ് പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഇട്ട് ഷെയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇതിനെ പാരലൽ ഹാച്ചിങ് എന്ന് വിളിക്കുന്നത്. കണ്ടോ? ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ച് വൈറ്റ് സ്പേസ് വേണം. പിന്നെ ഒരു ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ. അപ്പോൾ ഈ ലൈറ്റ് ടോണിൽ നിന്ന് മെല്ലെ ഡാർക്കിലോട്ട് വരുന്നത് പോലെ ഒരു ഫീൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ ഡ്രോയിങ്ങിന് ഭംഗി വരുന്നുണ്ടാവുക കേട്ടോ. 2-3 ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ ചെയ്യണം. 2-3 ലെയർ ആയിട്ട് തന്നെ വേണം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട്. എങ്കിലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. ഞാനിവിടെ 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ സെൻട്രൽ ഭാഗത്ത് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഭാഗത്ത് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ലൈറ്റ് ടോൺ കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ സെയിം ഡയറക്ഷൻ ഒരു പ്രാവശ്യം കൂടി ഷെയ്ഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു മിഡിൽ ടോൺ കിട്ടും. കണ്ടോ? ഇനി നമുക്ക് ആവശ്യമുള്ള അവിടെ എക്സ്ട്രാ ഡാർക്ക് കയറ്റി കൊടുക്കാം. സ്ക്രിബിളിംഗ് അല്ലെങ്കിൽ സ്കംബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രീ ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ കണ്ടോ? എല്ലാ ഷെയ്ഡും ഒരേ ഡയറക്ഷനിൽ വന്നപ്പോൾ ടോട്ടലി ആ ഒരു ഷെയ്ഡിങ് കാണാനായിട്ട് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട്, കാണാനായിട്ട് ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ തടിയുടെ പോർഷൻ ചെയ്യാം. തടിയുടെ പോർഷൻ ആദ്യം ഞാൻ ലൈറ്റായിട്ട് ചെയ്യാണ്.
ലൈറ്റായിട്ട് ആദ്യം സ്ലീപ്പിംഗ് ഡയറക്ഷനിൽ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ സണ്ണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നതാണ്. ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. കാരണം ട്രെയിനിൻ്റെ ഈ സൈഡിലാണല്ലോ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഡാർക്ക്, ഇങ്ങോട്ട് ലൈറ്റ്, ആ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ ട്രീയുടെ ഭാഗവും ഷെയ്ഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രീ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റായിട്ട് മുഴുവനായിട്ട് ചെയ്യാതെ അതിൻ്റെ ചെറിയ ടെക്സ്ചറൊക്കെ ഇങ്ങനെ വിസിബിൾ ആവുന്നത് പോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ട്രീക്ക് നമുക്ക് എക്സ്ട്രാ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു ഭംഗി തോന്നുന്ന പോലെ എത്ര ബ്രാഞ്ചസ് വേണമെങ്കിലും നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ട്രീയുടെ ടെക്സ്ചറൊക്കെ വളരെ മിനിമലായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. കണ്ടോ, ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ട്രീയുടെ ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ദൂരത്ത് കാണുന്ന ബുഷിൽ ചെയ്യാം. അപ്പോൾ ദൂരത്ത് കാണുന്ന ബുഷ് ആയതുകൊണ്ട് അധികം ഡാർക്ക്നെസ് വേണ്ട. കാരണം ഈ ട്രീ നമ്മുടെ കുറച്ച് അടുത്താണ്, ബുഷ് കുറച്ച് ദൂരത്താണ്. അപ്പോൾ ഒരു ലൈറ്റ് ടോൺ മാത്രം അതിൽ വളരെ മിനിമലായിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഡീറ്റെയിലിംഗ് ഇല്ലാതെ നമുക്ക് കൊടുക്കാം. എല്ലാ ബുഷിനും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ദൂരത്തുള്ള ഒബ്ജക്റ്റുകൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ലൈറ്റായിട്ട് ചെയ്യണം. നമ്മുടെ അടുത്തുള്ള ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഡാർക്കായിട്ട് ചെയ്യാം. ഇതിനൊറ്റ ലെയറേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ഇവിടെ ബനാന ട്രീൻ്റെ ലീഫും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. പാരലൽ ഹാച്ചിങ് തന്നെ യൂസ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ടൊരു ഷെയ്ഡാണ് കൊടുക്കണേ കേട്ടോ. ലൈറ്റായിട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി ദൂരത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പെൻസിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് വളരെ ലൈറ്റായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ കോക്കനട്ട് ട്രീൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗത്ത് ചെറുതായിട്ട് നമുക്കൊന്ന് ഷാഡോ പോലെ ചെറിയൊരു ഷെയ്ഡ് കയറ്റി കൊടുക്കാം കേട്ടോ. ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, ഈ ബാക്കിലുള്ള ബനാന ട്രീൻ്റെ മാത്രം. ഓക്കെ, ഇത്രേ ചെയ്യുന്നുള്ളൂ. വളരെ മിനിമലായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് വീട് ചെയ്യാം. വീടിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ആദ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, പെൻസിലൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ പെൻസിലായിട്ടും ബാക്കിലോട്ട് എൻ്റെ കൈ പോയിട്ടുണ്ട്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി പോയതാണ്. സോ നിങ്ങളും അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കുറേ ടൈം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ കൈ ഓട്ടോമാറ്റിക്കലി ബാക്കിലോട്ട് പൊയ്ക്കോളും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിലിൻ്റെ ബാക്കിലോട്ട് കൈ ഇറക്കി പിടിക്കുക. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വരും. കാരണം പെൻസിലിൻ്റെ ടിപ്പിൽ കൈയിൻ്റെ പ്രഷർ കുറയും, പെൻസിലിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷെയ്ഡും ലൈറ്റായിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ലൈറ്റായിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തു. ഇനി താഴെ നിന്ന് മുകളിലോട്ട് ചെറുതായിട്ട് ഇടയിൽ ചെറിയ ഷെയ്ഡ് ഒന്ന് ഡാർക്കായിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഒരു റൂഫിൻ്റെ ടെക്സ്ചർ പോലെ നമുക്കവിടെ ഫീൽ ചെയ്യും. എല്ലാവിടെയും കൊടുക്കുന്നില്ല, കുറച്ച് ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ വിട്ടിട്ട് ചെയ്യാം. കണ്ടോ,
അതേപോലെ റൂഫിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഉണ്ട്, അവിടെയും ലൈറ്റ് ഷെയ്ഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ഡോറിൻ്റെ പോർഷൻ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ഡാർക്കായും ചെയ്ത് കൊടുക്കാം. വിൻഡോസും ഡോറും സെയിം അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വാളിൻ്റെ പോർഷൻ ആദ്യം വളരെ ലൈറ്റായിട്ടൊന്ന് ചെയ്യാം കേട്ടോ. വളരെ ലൈറ്റായിട്ട് ചെയ്യാം. ഈ സൈഡും അതേപോലെ തന്നെ. ഫസ്റ്റ് ഷെയ്ഡ് വളരെ ലൈറ്റായിട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റൂഫിൻ്റെ താഴ്ഭാഗത്ത് റൂഫിൻ്റെ ഷാഡോസ് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ. അതായത് കുറച്ചൊന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫുള്ളായിട്ട് ഷെയ്ഡ് കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു വെളിച്ചം അടിക്കുന്ന ഫീൽ അവിടെ വരും, ഒരു വൈറ്റ് പോർഷൻ അവിടെ കാണുന്ന സമയത്ത്. അതേപോലെ ഈ സൈഡിലും ചെറിയ ഷാഡോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഗ്രൗണ്ട് വളരെ ലൈറ്റായിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സ്ലീപ്പിംഗ് ഡയറക്ഷനിൽ വളരെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്രാസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദൂരത്ത് അധികം ഷെയ്ഡ് വേണ്ട, നമ്മുടെ അടുത്താണ് കൂടുതൽ ഷെയ്ഡ് വേണ്ടത്. ദൂരത്ത് മാക്സിമം ഡീറ്റെയിലിംഗ് കുറച്ച് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമാണ് ദൂരത്ത് സൈഡിലുള്ള വേണ്ടത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി ട്രീൻ്റെ താഴ്ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഷാഡോസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ട്രീയുടെ ഷാഡോ പോലെ അതിൻ്റെ താഴ്ഭാഗത്ത് വരും. കണ്ടോ, ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതേപോലെ വീടിൻ്റെ സൈഡിലും കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാസുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഉണ്ടോ, ഗ്രാസസ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ദൂരത്ത് വരയ്ക്കുമ്പോൾ വളരെ കുഞ്ഞതായിട്ട് വരയ്ക്കും. ഒരുപാട് ദൂരത്ത് ഈ സൈഡിലൊന്നും ഗ്രാസസ് വരയ്ക്കുന്നില്ല, ഇവിടെ മാത്രം. ഓക്കെ, അപ്പോൾ ദൂരത്ത് വരയ്ക്കുമ്പോൾ വളരെ കുഞ്ഞത് ചെറിയൊരു ഡോട്ടർ ലൈൻസ് പോലെ വളരെ കുഞ്ഞതായിട്ട് വരയ്ക്കാം. നമ്മുടെ അടുത്ത പോർഷൻ വരയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കുറച്ചൊന്ന് വലുതായിട്ട് വരയ്ക്കാനായിട്ട് പാടുള്ളൂ. ദൂരത്ത് വരയ്ക്കുന്നതിനൊന്നും അധികം ഡീറ്റെയിലിംഗ് ഇല്ല. പിന്നെ ഗ്രാസ് വരയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത് താഴെ നിന്ന് മുകളിലോട്ട് ലൈൻസ് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലൈൻസിൻ്റെ എൻ്റെ ഭാഗം നല്ല ഷാർപ്പായിട്ട് വരും. പുല്ലുകൾ അങ്ങനെയല്ലേ ഉണ്ടാവുക, മുകൾ ഭാഗം കുറച്ചിങ്ങനെ ഷാർപ്പായിട്ട് ഇരിക്കുന്നത് പോലെ. അപ്പോൾ എല്ലാം ഒരേ ഡയറക്ഷനിൽ വരയ്ക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വലുപ്പത്തിൽ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രാസിൻ്റെ റിയലിസ്റ്റിക് ഫീൽ വരും. ഈ ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഈ കരയുടെ പോർഷൻ കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ ഗ്രാസസ് വരയ്ക്കാം. കാരണം ഒരു പുഴയുടെ സൈഡിൽ കുറേ ഗ്രാസസ് ഉണ്ടാവുമല്ലോ. നല്ല നനവുള്ള സ്ഥലത്തൊക്കെ നിറയെ പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്ന് വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഗ്രാസസ് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. പക്ഷേ ഒന്നും ഓവർ ആവാൻ പാടില്ല. ഓക്കെ. ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല, ഒരുപാട് കൂടിപ്പോകാനും പാടില്ല. രണ്ടായാലും മിസ്റ്റേക്കാണ്. അപ്പോൾ ഒരു ഭംഗി വരുന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ വളരെ കുറച്ചേ വരയ്ക്കുള്ളൂ, അല്ലെങ്കിൽ വളരെ ഓവറായിട്ട് വരയ്ക്കും. അപ്പോൾ ഇത് രണ്ടും മിസ്റ്റേക്കാണ്. ഒരു ഭംഗി വരുന്നത് പോലെ മിനിമലായിട്ട് വരയ്ക്കുക. ആവശ്യമുള്ള അത്രയും വരയ്ക്കുക. ഓവറായി പോകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഏറ്റവും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഗ്രാസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വലുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊന്നും വേണ്ട. ഇവിടെയൊക്കെ വലുതായിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് നല്ല ദൂരത്ത് നിൽക്കുന്നത് പോലെ തോന്നില്ല, നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി പോകും, നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഭംഗി പോകും. ഇത് കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്, പക്ഷെ കാണാൻ ആക്ച്വലി നല്ലൊരു ഭംഗി വന്നിട്ടില്ലേ. അത് നമ്മൾ ഈ ഷെയ്ഡൊക്കെ ലൈറ്റും ഡാർക്കും ആ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച്, വളരെ മിനിമലായിട്ടാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡ്രോയിങ്ങും പെൻസിൽ ഷെയ്ഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മെയിനായിട്ട് നീറ്റായിട്ടുള്ള ഔട്ട്ലൈൻ വരയ്ക്കുക. സെക്കൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഡയറക്ഷനിൽ ഷെയ്ഡ് ചെയ്യണം, എങ്ങനെ ഷെയ്ഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ്. അപ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് എത്രത്തോളം നോക്കി മനസ്സിലാക്കി നമ്മൾ എത്രത്തോളം പഠിച്ച് ഷെയ്ഡ് ചെയ്യുന്നോ പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഡ്രോയിങ് കൂടുതൽ മോർ ഭംഗിയായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അത് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ മാത്രമല്ല, ഏതൊരു മീഡിയം ചെയ്യുമ്പോഴും നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വളരെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി വെള്ളത്തിൻ്റെ പോർഷൻ വളരെ മിനിമലായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ ഓളങ്ങൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ട്രീൻ്റെ ഇതൊക്കെ ഇവിടെ റിഫ്ലക്ഷൻ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുകയാണ്, താഴോട്ട്, നേരെ താഴോട്ട്. ആ ദൂരത്ത് നിൽക്കുന്ന ട്രെയിനിൻ്റെയും ഹൗസിൻ്റെ ഒക്കെ ചെറിയൊരു ഷാഡോസ് വെള്ളത്തിൽ കാണുന്നത് പോലെ, ഒരുപാട് വേണ്ട, ഡീറ്റെയിലും വേണ്ട, വളരെ ലൈറ്റായിട്ട് കണ്ടോ. ഒരുപാട് ഡീറ്റെയിലും കൊടുക്കുന്നില്ല, വളരെ ലൈറ്റായിട്ട് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ ഓളങ്ങൾ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് കുറച്ച് കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് മാത്രം. കാരണം നമ്മുടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒരു ട്രീ ആൻഡ് ഒരു ഹൗസ് ആണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിലോട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്നായിട്ട് കാണാൻ പറ്റുന്നത് വിസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്രീയും ഹൗസും അല്ലേ. അതിലാണ് നമ്മൾ കൂടുതൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡും കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഫോക്കൽ പോയിന്റ് ആയിട്ട് എടുത്ത് കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ ചുറ്റുമുള്ള ഒബ്ജക്റ്റ് ഒക്കെ വളരെ ലൈറ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഷെയ്ഡിങ്, ഈ ഒരു ഡ്രോയിങ് നമ്മളിവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെയും ഷെയ്ഡിങ്ങിൻ്റെയും ഔട്ട്ലൈനിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ ഡ്രോയിങ് കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.